ഹലോ, ഞങ്ങൾ ആലുവക്കാരുടെ ഒരു ചെറിയൊരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ ഈ ഒരു ആലുവ ശിവരാത്രി മണപ്പുറം എന്ന് പറയുന്നത്. ഇത്തവണ നോമ്പും ശിവരാത്രിയൊക്കെ ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും മക്കളുടെ ആഗ്രഹപ്രകാരം നമ്മൾ പോയേക്കാണ്. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാനായിട്ട്. അങ്ങനെ വലിയൊരു പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇതുപോലെ നല്ല രീതിയിൽ മാറ്റൊക്കെ വിരിച്ച് അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, ഒരുപാട് ടോയ്സും ഒരുപാട് സ്നാക്സ് ഐറ്റംസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സ്റ്റോൾസ് ഉണ്ടായിരുന്നു. നമുക്ക് മണപ്പുറത്തേക്ക് വരുമ്പോൾ തന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവം കേട്ടോ. നമ്മുടെ തൊട്ടിയാട്ടമാണ്. തൊട്ടിയാട്ടം പെട്ടെന്ന് മനസ്സിലാവില്ല. ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് സ്ട്രൈക്ക് ആവണത്. ഇത് ഗോസ്റ്റ് ഹൗസാണ്. ഗോസ്റ്റ് ഹൗസിലേക്ക് എൻ്റെ മക്കളും ഹസ്ബൻഡും കൂടി പോയിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമ്പോൾ എന്താ എക്സ്പീരിയൻസ് പറയണമെന്ന് കേൾക്കാം കേട്ടോ. എൻ്റെ അനിയത്തി കയറിയിട്ട് കരഞ്ഞെന്നാണ് പറഞ്ഞത്. ഇവരെന്താക്കോ എന്തോ. പകുതിയെത്തിയപ്പോ പുറകിന്ന് ഇപ്പൊ പുറകിന്ന് പിടിച്ച് നോക്കിയപ്പോ ഇതുപോലെ ഒരു മൂർത്തി എന്നെ പുറകിന്ന് നല്ല ഹൈറ്റിലുള്ള കളർഫുള്ളായിട്ടുള്ളൊരു തൊട്ടിയാട്ടം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നല്ല നീളത്തിലുള്ളൊരു വലിയ വഞ്ചിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല ലൈറ്റൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും കയറാത്തൊരു സംഭവമാണ് ഈ ഒരു തൊട്ടിയാട്ടം എന്നുള്ളത്. പണ്ട് തൊട്ടേ പേടിയായിരുന്നു. അതുകൊണ്ട് ഇതുവരെയും കയറിയിട്ടില്ല. ബാക്കി എല്ലാത്തിലും കയറിയിട്ടുണ്ട് കേട്ടോ. വഞ്ചി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി. കാരണം അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡും പിള്ളേരും കയറിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ സെൻറ്റർ സീറ്റിൽ ഇരുന്നാൽ മതി, അറ്റത്തേക്ക് പോകണ്ട കേട്ടോ. അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ താഴെ നിന്ന് കാണുന്നത് എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പേടിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ സെൻറ്ററിലിരുന്നത്. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. രാത്രിയിലൊക്കെ പോകുമ്പോഴാട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് ഈ ഒരു കളർഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ദേ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായില്ല. കാരണം നമ്മൾ എന്ത് വാങ്ങിച്ച് കഴിച്ചാലും ഈ കുഞ്ഞിപ്പെണ്ണിനും കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് മുമ്പൊരിക്കൽ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വഞ്ചി ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ സ്പീഡ് കൂടുന്ന ടൈമിൽ എനിക്ക് പേടിയാവും വീഡിയോ എടുക്കാനായിട്ട്. കാരണം മക്കൾ രണ്ടുപേരും പേടിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളായിരിക്കും കേട്ടോ. അതവർ ഗോസ്റ്റ് ഹൗസിൽ കയറിയ ടൈമിലും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. കാരണം അനിയത്തി കയറിയപ്പോൾ കരഞ്ഞു. അവൾ അത്യാവശ്യം എല്ലാ റൈഡിലും കയറുന്ന ഒരു വ്യക്തിയാണ്. ആൾ കരഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ടുപേരും കയറിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ദേ ഇപ്പോൾ പയ്യെ ആണെന്നൊന്നും നോക്കണ്ട, ഇത് നല്ല സ്പീഡിൽ അങ്ങ് കറങ്ങാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഈ സെൻറ്ററിലിരുന്ന ആൾക്കാർ ഏറ്റവും കോർണറിൽ എത്തി. അതായിരുന്നു അതിൻ്റെ ആ ഒരു സ്പീഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഇത്തവണ ഞങ്ങൾ ആരും തൊട്ടിയടുത്ത് കയറിയില്ല. പൊതുവെ ഞാൻ കയറാറില്ല തൊട്ടിയടുത്തിലൊന്നും. പക്ഷേ ഇന്നിപ്പോൾ ഹസ്ബൻഡും മോനും കയറിയില്ല കേട്ടോ. മൂത്താളും ഹസ്ബൻഡാണ് തൊട്ടിയടുത്തിലൊക്കെ കയറാറുള്ളത്. പക്ഷേ അവരും കയറി. വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന ഈ ഒരു ശിവരാത്രി മണപ്പുറത്ത് പോകാമെന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് കേട്ടോ. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഒന്നും കഴിച്ചില്ലെങ്കിലും അവിടെ പോയി ഒരു ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ കാണാം എന്നൊക്കെ ഉള്ളത് ഭയങ്കര രസമാണ്. പിന്നെ ഈ ഒരു റൈഡിലൊക്കെ കയറുന്നവർക്ക് കുറച്ചും കൂടി രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു വഞ്ചിയുടെ കലാപരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത റൈഡിലോട്ട് പോവാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ പേടിച്ചിട്ട് കൂകി വിളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേയും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടിട്ടോ. ഈ ഒരു വഞ്ചി ഇങ്ങനെ കറങ്ങുന്ന ടൈമിൽ ഒരാൾ അതിൽ എണീറ്റ് നിൽക്കുന്നു. ഇതുപോലുള്ള ആൾക്കാരാണ് കുറേ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയതാണ്. നെക്സ്റ്റ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു റൈഡിലാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനില്ല കേട്ടോ, ഹസ്ബൻഡും മക്കളും മാത്രം. അപ്പോൾ ചെറിയ ആളുടെ ഒപ്പമാണ് ഇത്തവണ ഹസ്ബൻഡ് ഇരുന്നത്. മൂത്ത ആൾക്ക് വേറൊരു കമ്പനിക്കാരനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ചൊക്കെ ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഇത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. കണ്ടു നിൽക്കുന്നവർക്ക് അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ലായിരുന്നു. നല്ല സ്പീഡിൽ ഇത് ഇങ്ങനെ അങ്ങ് കറങ്ങുന്ന കാണാം കേട്ടോ. ഇത് ഞാൻ കണ്ടേക്കുന്നത് മുമ്പ് ഞങ്ങൾ പണ്ട് ടൂറ് പോയപ്പോൾ വീഗാലാൻഡ്, ഇന്നത്തെ വണ്ടർല, അവിടെ വെച്ചിട്ടാണ് കണ്ടിട്ടുണ്ടായത്. ഇതിങ്ങനെ ഓരോന്ന് റൊട്ടേറ്റ് ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങും കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് ചിരിഞ്ഞു പിന്നെ ഇങ്ങോട്ട് ചിരിയും.
ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഓരോ കൂവലും സംസാരവും ആർപ്പുവിളിയൊക്കെ കേൾക്കാൻ നല്ല വൈബാട്ടോ. എനിക്ക് എൻ്റെ രണ്ടാമത്തെ ആളുടെ കാര്യത്തിൽ മാത്രമാണ് കൂടുതൽ ടെൻഷൻ. ആൾക്ക് അത്യാവശ്യം പേടിയുള്ളൊരു കൂട്ടത്തിലാണ്. പിന്നെ പേടി മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള റൈഡിലും കാര്യങ്ങളിലൊക്കെ പിള്ളേരെ കൊണ്ടുപോകണം. മൂത്ത ആളും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരാളായിരുന്നു. ഒരാളോട് എന്തെങ്കിലും ചോദിച്ച് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്ന് പറയാനൊക്കെ മടിയുള്ള ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ കയറ്റി അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ അവൻ കയറാത്ത ഒരു സംഭവമില്ല. അവനാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു ധൈര്യശാലി. അതായത് ഇതുപോലുള്ള റൈഡിലൊക്കെ കയറാനായിട്ടുള്ളൊരു ധൈര്യശാലി എന്ന് പറയുന്നത്. പിന്നെ ഹസ്ബൻഡും അത്യാവശ്യം എല്ലാ റൈഡിലും കാര്യങ്ങളിലൊക്കെ കയറും. പിന്നെ അവിടെ ഒരുപാട് പെർഫ്യൂംസും അത്തറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ലാസ്റ്റ് അവിടെ നമ്മൾ ഈ ഒരു ബോർഡ് കണ്ടത് ശിവരാത്രി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ഇത് ഡൈനോസർ അല്ലേ, അതെ, അങ്ങനെ ഡൈനോസറിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിന് ഇതൊന്നും കണ്ടിട്ട് വലിയൊരു പേടിയോ കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു കാഴ്ച നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതായത് ഒരു സൈഡിൽ നിന്ന് ഒരുമിച്ച് ഈ ഒരു ലവ് ബേർഡ്സൊക്കെ മറു സൈഡിലേക്ക് ഇങ്ങനെ പോവുക. അയ്യോ, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് നമ്മുടെ ഫോണിൽ പകർത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ നേരിട്ട് പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഈ കാണിക്കുന്ന സംഭവങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഇത് ഷൂട്ട് ചെയ്തത് പോലും ഞാനല്ല, ഇതെൻ്റെ ഹസ്ബൻഡാണ് ഷൂട്ട് ചെയ്തത്. കാരണം ഫോൺ അത്ര അടുത്ത് പിടിച്ച് ഇതുങ്ങളെയൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇഷ്ടം പോലും എനിക്കില്ല. എനിക്ക് പേടിയുള്ളൊരു സംഭവമാണ് പാമ്പും പട്ടിയെന്ന് പറയുന്നത്. അത് ഭയങ്കര പേടിയാണ് എനിക്കിഷ്ടമല്ല. കുറേയേറെ വെറൈറ്റി പാമ്പുകളും അതുപോലെ ലിസാർഡ്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കഴുത്തിൽ ഈ പാമ്പിനെ ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ടർട്ടയിലാണ്. ടർട്ടയിലെ കാണാൻ നല്ല കൗതുകമായിരുന്നു, നല്ല രസമുണ്ടായി കാണാനായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. ആള് ആ ഒരു ഗ്ലാസ്സിലിട്ട് തൊടാനും അതിനെ പിടിക്കാനൊക്കെ ഒരു താല്പര്യമായിരുന്നു ആൾക്ക്. നല്ല രസമായിരുന്നു ഇത് കാണാനായിട്ട്. കണ്ടില്ലേ, നമ്മൾ ക്യാമറ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് തന്നെ ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് അറേബ്യൻ ക്യാറ്റോ അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പേര് ഞാനിപ്പോൾ വിട്ടുപോയി. ഇത് കുറേ ദിവസത്തിന് മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിട്ടോ. ഏത് ബേഡാന്നുള്ള സത്യം പറഞ്ഞ് ഞാൻ മറന്നുപോയി ഗൈസ്. എൻ്റെ മക്കൾക്ക് കുറച്ചും കൂടി അറിയാം കേട്ടോ. കാരണം ഈ അടുത്ത് ടൂർ പോയപ്പോൾ ഇതുപോലൊരു സ്ഥലത്താണ് എൻ്റെ 2 പിള്ളേരും ടൂർ പോയിട്ടുണ്ടായത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴുത്തിൽ പാമ്പിട്ടിട്ടുള്ള ആ ഒരു സംഭവം. പക്ഷെ മുതിർന്ന ആൾക്കാരൊന്നും ഇതിങ്ങനെ കഴുത്തിൽ പാമ്പിനിട്ടിട്ടുള്ള സംഭവം അപ്പോൾ കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു മോനെ കൊണ്ട് ഇടിക്കാനായിട്ട്. പക്ഷെ അവനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഹസ്ബൻഡാണെങ്കിലോ കട്ട സപ്പോർട്ട്. ഞാനും ഹസ്ബൻഡിൻ്റെ വാപ്പായും ഒരുപാട് പറഞ്ഞിട്ടോ, ഇടണ്ടാട്ട മോനെ ഇടണ്ടാട്ടാ. കാരണം നമുക്ക് ആ ഒരു പേടിയാണ്. കാരണം എത്ര തന്നെ വിഷമില്ല എന്നൊക്കെ പറഞ്ഞാലും പാമ്പിനെയൊക്കെ കഴുത്തിലിടുക എന്ന് പറയുന്നത് ആസ് എ മദർ അതൊരു ഭയങ്കര പേടി തോന്നും നമുക്ക്. ബാക്കി എന്തിനും സപ്പോർട്ട് ചെയ്യെങ്കിലും ഇതങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടായില്ല കേട്ടോ. അവർ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചെടുത്ത് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അവനിക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ സ്റ്റാർ ആവാൻ കിട്ടുന്നൊരവസരമാണല്ലോ. പിന്നെ അത് തിരിച്ചു വന്നപ്പോഴും പിന്നെയും വേറെ സൈഡിൽ കുറേ പാമ്പുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇതിങ്ങനെ ഓടണം കാണാനായിട്ട്. കണ്ടില്ലേ, പടപടപടേന്നിങ്ങനെ ഓടുന്നൊരു സംഭവം. ഇത് പാമ്പാണോ അതോ ലിസാർഡാണോ? ലിസാർഡാണ് എന്ന് തോന്നണം. അയ്യോ, ഇതിനൊക്കെ കണ്ടു കഴിയുമ്പോണ്ടല്ലോ നമുക്ക് എന്ത് ഫീലാണ് തോന്നണതെന്ന് തന്നെ പറയാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു കാഴ്ചയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ നമ്മളും ഈ ഒരു കിളികളെ ഓടിക്കാനൊക്കെ ആയിട്ട് നോക്കിയിട്ടോ. അതായത് കൂട്ടം കൂടി ഇരുന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓടിക്കണം. അങ്ങനെ ഓടിക്കുന്ന ടൈമിൽ അവർ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് പറക്കണ കാണാൻ നല്ല രസമാണ് കാണാനായിട്ട്. ശരിക്കും നമുക്കത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. അവിടെ നമ്മളെ കാത്തിരുന്ന 2 റോബോട്ട്സ് ആട്ടോ. ഒരെണ്ണം മനുഷ്യനെ പോലെ നടക്കുന്നതും ഒരെണ്ണം നമ്മുടെ ഡോഗിനെ പോലെയൊക്കെ 4 കാലിൽ നടക്കുന്നതും. 2 അടിപൊളിയായിരുന്നു. ഇത് നമുക്ക് ഷെയ്ക്കാൻ്റെ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു എന്താ പറയുക ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇതെന്തിങ്ങനെ ഇതൊക്കെ ഉള്ളത്. ഫസ്റ്റ് ടൈം അവിടെ നേരിട്ട് കാണുന്നത്. അപ്പോൾ സാധാരണ വന്ന കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനെ കണ്ടിട്ട്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് അങ്ങനെ വലിയ
പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആൾ അതിനെ പിടിച്ച് നിലത്തേക്ക് ഇടുമോ അതിനെ വലിച്ചിടോ എന്നൊക്കെയുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. അപ്പോൾ ഇത് രണ്ടുപേരും ഷേക്കാൻ്റെ കൊടുത്തു. ഞാൻ ഷേക്കാൻ്റെ കൊടുത്തില്ല കേട്ടോ, എനിക്ക് പേടിയായിരുന്നു. ഇത് ആ ആങ്കൊച്ചൊക്കെ അത് ബാക്കിലോട്ട് പോവാട്ടോ ഇതിങ്ങനെ വരുമ്പോൾ. ഇവൾ പക്ഷെ ബാക്കിലോട്ടൊന്നും പോയില്ല, ഇവൾ അതിൻ്റെ അടുത്തേക്ക് പോവായിരുന്നു. ഇവൾ അടുത്തേക്ക് പോയി പിടിക്കാൻ പോണൊരു വീഡിയോ ഉണ്ടായിരുന്നേ, അതൊന്നും എടുക്കാൻ പറ്റില്ല നമുക്ക്. കണ്ടോ, ആൾ ജസ്റ്റ് തൊട്ടു. വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ആൾക്ക് അങ്ങനെ പേടി ഫീൽ ചെയ്തില്ല. ഈ ഒരു 4 കാലിൽ നടക്കുന്ന സംഭവത്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിട്ടോ. കാരണം നമ്മൾ റൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് റൈറ്റിലോട്ട് വരും, നമ്മൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് വരും, നമ്മുടെ പുറകെ വരും. ശരിക്കും നമുക്ക് അയ്യോ നമ്മൾ ഓടിച്ചിടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. പണ്ട് എന്നെ പട്ടി ഓടിച്ചിടാൻ വന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു എനിക്ക്. ഇതേ മോള് നല്ല കൂളായിട്ട് നിൽക്കുന്നുണ്ട്. മോളുടെ ഒപ്പം തന്നെ ഏകദേശം അതേ സെയിം പ്രായത്തിലുള്ളൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൻ കരഞ്ഞു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സ്യകന്യകരുടെ അടുത്തേക്കായിരുന്നു. അപ്പോൾ ആൾ നല്ല എന്താ പറയുക പ്ലസൻ്റായിട്ട് എല്ലാവരും വെൽക്കം ചെയ്യുകയും ആ ഒരു സോങ്ങിനനുസരിച്ച് ആ ഒരു വാട്ടറിൽ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അവിടെ വച്ചേക്കുന്ന പാട്ടിൻ്റെ ഒപ്പം നമ്മൾ കാണുമ്പോഴാണ് കൂടുതൽ രസം തോന്നുക. ഇതിൻ്റെ ഇടയിൽ ആൾക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതും വളരെ കൗതുകത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ മോള് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കയ്യെ കൊടുത്തപ്പോൾ അവളിങ്ങനെ കൈ കൊടുത്ത് ടാറ്റ കൊടുക്കാണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം. അപ്പം ഞാനും പോയി കയ്യെ കൊടുത്തിട്ടോ. പിന്നെ ഇത് വലിയൊരു മുത്തുച്ചിപ്പിയൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മുത്തുണ്ടായില്ല, ചിപ്പി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത് ഞാനാണേ കയ്യൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. പോണ വഴിക്ക് പിന്നെയും ഒരു ഗോസ്റ്റ് ഹൗസും കൂടി കണ്ടു. നെക്സ്റ്റ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് ഇന്ത്യാസ് ലാർജസ്റ്റ് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഹോം തിയേറ്ററിലേക്കാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഈ കാണുന്ന കാഴ്ചകളുടെ ഒപ്പം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എൻ്റെ മോളാട്ടോ. അവളെ കൊണ്ട് പോകാനായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇതൊരു ഇല്യൂഷൻ പോലെയാണ്, ഒരു 3D സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം മൂവ് ചെയ്യണ പോലെയും നമ്മൾ ഇപ്പോൾ ഒരു കൊക്കയൊക്കെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വാട്ടർഫോൾ കാണുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് വീഴുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ബട്ട് അവൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. അവൾ ഫുൾ എൻജോയ് ചെയ്യായിരുന്നു. അവളുടെ ചിരിയായിരുന്നു അവിടെ മൊത്തം കേട്ടുകൊണ്ടിരുന്നത്. എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ അവൾ വീഴോ എന്നുള്ള ടെൻഷനാണ് ഞങ്ങൾക്ക്. അവൾ ഞങ്ങളുടെ കൈ വിട്ട് അങ്ങോട്ട് ഓടാണ്. പക്ഷേ ഓടുന്നതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ ആ ഒരു 3D എഫക്റ്റ് ഒക്കെ വരുമ്പോൾ അവൾ ബാക്കിലോട്ട് വീഴോ തലയിടിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനായി പോയി ലാസ്റ്റ്. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഞങ്ങളുടെ ഒപ്പം അവൾ വന്നില്ല. അവൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് ആ ഒരു ലൈറ്റും സംഭവങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നിൽക്കുകയാണ്. ആൾക്ക് ഒട്ടും വരാൻ താല്പര്യമില്ല. ആൾ തന്നെ കുറേ കൈ കൊട്ടു, ആൾ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കും. പിന്നെ ഇവന്മാർക്ക് 2 പേർക്കും ടോയ്സ് വാങ്ങാൻ കയറിയേക്കായിരുന്നു. 2 പേർക്കും ഈ ഒരു നറൂട്ടോടെ ആ ഒരു നൈഫൊക്കെ വേണമായിരുന്നു. ഞാൻ പറഞ്ഞു 2 പേരും ഒരേ ഐറ്റം വാങ്ങിക്കണ്ട, ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ വാങ്ങിച്ചു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കിട്ടിയ ഒരു ആനക്കുട്ടീനെയും കൊണ്ട് ഓടാട്ടോ. ക്യാഷൊന്നും കൊടുത്തിട്ടില്ല, അതൊന്നും ആൾക്കറിയണ്ടല്ലോ. ആൾ ഫുള്ള് എൻജോയ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് ചെടികളുടെ സെക്ഷനിലേക്കാണ്. അവിടെ നിന്നൊരു റെഡ് കളറിലെയും യെല്ലോ കളറിലെയും റോസ് പ്ലാന്റും പിന്നെ ഒരു അടീനത്തിൻ്റെ പ്ലാന്റ് പിന്നെ ഒരു വയലറ്റ് കളറിലുള്ള മുളകിൻ്റെ തൈയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ ആകെ പോയി കിടക്കുകയാണ്. ഇനി അതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമും പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു മീൻ ചട്ടിയും കൂടി വാങ്ങണമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു 11-11:30 ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇവന്മാർ 2 പേരും കൂടി ആ ഒരു നറൂട്ടോയുടെ സ്റ്റിക്കറൊക്കെ ഡയറിയിലേക്ക് സ്റ്റിക്ക് ചെയ്തു. അതിനുശേഷം ആ ഒരു ഹെഡ് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തലയിൽ കെട്ടി. പിന്നെ ആ ഒരു നൈഫും ഷീൽഡും എന്തൊക്കെയോ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കെട്ടി സെറ്റാക്കി. അതെല്ലാം കഴിഞ്ഞൊരു 12 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കിടന്നത്.
ഇതുവരെ ഈ ഒരു മണപ്പുറത്തെക്കുറിച്ച് കേൾക്കാത്തവരോ പോകാത്തവരോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പോയിട്ടുള്ള എക്സ്പീരിയൻസും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു മണപ്പുറത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.